വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. സ്തോത്രം. ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ്. ഒരു ദിവസമല്ല, ഭൂമിയിൽ തരുന്ന ആയുസ്സോളം. എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ആരപവാദം പറഞ്ഞാലും അതിന് പ്രതികരിക്കാൻ പോകരുത്. പ്രതികാരം ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. ദൈവം പ്രതികരിച്ചോളും. ഇവിടെ മോശയ്ക്ക് വേണ്ടി എന്ത് ചെയ്ത്? അവൻ അങ്ങനെയല്ല, എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെയിരിക്കെ നിങ്ങൾ എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി ഇതുപോലെ ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഇരിക്കെ നിങ്ങൾ മോശയോട് ഇത് പറയാനായിട്ടുള്ള ധൈര്യം എവിടെ നിന്ന് വന്നു? പ്രൈസ് ഗോഡ്. ദൈവം കൈകാര്യം ചെയ്ത ചരിത്രം നമുക്കറിയാം. അവരെ സ്തോത്രം കുഷ്ഠം ബാധിച്ചു. ഹല്ലേലൂയ. സ്കിന്നിൻ്റെ കളറങ്ങ് മാറി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, ദൈവം തനിക്കുള്ളവരെ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്നാ ഉറപ്പാന്നറിയോ, എന്നാ ഖനമാണെന്നറിയോ ഒരു വാക്യത്തിൻ്റെ സ്തോത്രം. നമ്മൾ ഈ വേദപുസ്തകത്തിനകത്തെ ക്യാരക്ടർ സ്റ്റഡി നടത്തുമ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു വാക്യത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ഭൂമി മുഴുവൻ വഷളത്വം കൊണ്ട് നിറഞ്ഞ കാലഘട്ടത്തിൽ ആ നോഹ, സ്തോത്രം, ആ നോഹയ്ക്ക് ആ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് കൊടുത്തു. ഞാൻ ഭൂമിയെ നശിപ്പിക്കാൻ പോവുക. നോഹയോട് സംസാരിക്കുന്നത് പെട്ടകം ഉണ്ടാക്കേണ്ട അളവെല്ലാം കൊടുത്തു. സ്തോത്രം. അളവെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് സ്തോത്രം 120 years കാലം എന്നാണ് ഊഹിക്കുന്നത്. ദൈവം ഒരക്ഷരവും പിന്നെ സംസാരിച്ചിട്ടില്ല. കാരണം എന്താ? ഏൽപ്പിച്ച ജോലി തീർന്നിട്ടല്ലേ സംസാരിക്കണ്ടേ? നോഹ ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു എന്ന് കഴിഞ്ഞ് പറഞ്ഞപ്പോൾ അടുത്ത അധ്യായത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അരുളപ്പാട് വരുന്നത്. സ്തോത്രം. അതുവരെയും ദൈവം കാണുന്നില്ലേ? ദൈവം കേൾക്കുന്നില്ലേ? ദൈവം അറിയുന്നില്ലേ? സ്തോത്രം. എല്ലാമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടുകളില്ലേ? ഇതിൻ്റെ ഇടയിൽ തടസ്സങ്ങളില്ലേ? ഇതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളില്ലേ? കുടുംബമുള്ള ആളല്ലേ? 120 വർഷം പെട്ടകം മാത്രം പടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ലോകത്തോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നാലോചിച്ചു നോക്കി. പക്ഷെ നോഹയ്ക്ക് ഒരു കാര്യം അറിയാം, എന്നെ അറിയുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് എന്തില്ല? നിരാശയില്ല, ഭാരമില്ല, പെറുപെറുക്കലില്ല. സ്തോത്രം. ഓക്കെ. സ്തോത്രം. പെട്ടകം പണി തീർന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ മഴ പെയ്യിക്കാൻ പോവുക. സ്തോത്രം. മൃഗങ്ങളെ ഈ രണ്ടായിട്ട് എല്ലാത്തിനെയും കയറ്റിക്കോ, ശുദ്ധിയുള്ളത് ശുദ്ധിയില്ലാത്തത് എല്ലാം കയറ്റി. ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. വെള്ളം മഴ പെയ്യാൻ തുടങ്ങി. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു, ആഴികളും തുറന്നു. തുടങ്ങിയിട്ട് സ്തോത്രം, ഭൂമിയിൽ കാലുകുത്തത്തക്കവണ്ണം, അരരാത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചെങ്കിലും കാലുകുത്തത്തക്കവണ്ണം ഭൂമിയെ ഉണക്കിക്കഴിഞ്ഞപ്പോൾ 1 വർഷവും 10 ദിവസവും കഴിഞ്ഞു.